നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നിംഹാൻസിൻ്റെ, അതായത് ബാംഗ്ലൂരു നിംഹാൻസിൻ്റെ UG പ്രോസ്പെക്ടസ് റിലീസായിട്ടുണ്ട്. അതായത് 2024-25 കാലഘട്ടത്തിലേക്കുള്ള BSc നഴ്സിംഗിൻ്റെയും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും ആപ്ലിക്കേഷനാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ ഡേറ്റ് ഷെഡ്യൂൾ നോക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങാവുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നത് മെയ് 7 തുടങ്ങി ജൂൺ 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതിനൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, അത് ജൂലൈ 21 അപ്പോൾ മെയ് 7 തുടങ്ങി ജൂൺ 6 വരെ അപ്ലൈ ചെയ്യാം. ജൂലൈ 21 നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതേപോലെ അതിൻ്റെ റിസൾട്ട് 27 ജൂലൈ 27 വരും. അഡ്മിഷൻ ഏകദേശം ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഡോക്യുമെൻറ്റിൻ്റെ ഒരു വെരിഫിക്കേഷൻ, അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റ് എല്ലാം ഒറിജിനൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് അതൊന്ന് വെരിഫൈ ചെയ്യുന്ന താമസം കൂടി ഉണ്ടാവും. അപ്പോൾ എൻട്രൻസ് ടെസ്റ്റിൻ്റെ ബേസിൽ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്തിട്ടായിരിക്കും. ഇനി എൻട്രൻസ് ടെസ്റ്റിന് മിനിമം 50% മാർക്ക് വേണം അൺറിസർവ്ഡ് OBC EWS കമ്മ്യൂണിറ്റിക്ക്. എന്നാൽ SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 45% മാർക്ക് മതിയാവും എൻട്രൻസിന്. അതായത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഈ എൻട്രൻസിൽ ഇത്ര മാർക്ക് കിട്ടിയാലേ നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റൂ എന്നർത്ഥം. ഏജ് ക്രൈറ്റീരിയ മിനിമം 17 വയസ്സും മാക്സിമം 25 വയസ്സുമാണ്. ഇനി 5 വർഷം റിലാക്സേഷൻ ഉണ്ട് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾക്ക്. ഇതിലേതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കുക. ഒന്ന് BSc ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതേപോലെ BSc ഇൻ അനസ്തേഷ്യ ടെക്നോളജി, അതേപോലെ മൂന്നാമത്തേത് BSc ഇൻ ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ടെക്നോളജി. ഇങ്ങനെ 3 കോഴ്സുകൾ 3 വർഷത്തേതും അതേപോലെ നഴ്സിംഗ് 4 വർഷത്തേതുമായിട്ടാണ് പ്രോഗ്രാം. ഈ 4 പ്രോഗ്രാമാണ് BSc നഴ്സിംഗും പിന്നെ 3 പാരാമെഡിക്കൽ കോഴ്സുമാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ BSc നഴ്സിംഗിന് ഏകദേശം 53,000 രൂപയാണ് ഫീ ആവുക. എന്നാൽ നേരെ തിരിച്ച് SC ST കാൻഡിഡേറ്റുകൾക്കാണെങ്കിൽ, ഇത് OBC ആണെങ്കിലും EWS ആണെങ്കിലും അൺറിസർവ്ഡ് ആണെങ്കിലും ഒക്കെ 53,000. എന്നാൽ SC ST കാൻഡിഡേറ്റിന് അത് 38,000 രൂപയാവൂ. ഇനി ബാക്കി 3 പാരാമെഡിക്കൽ കോഴ്സിനും 25,050 രൂപയാണ് ഫീ ആവുക. ഇനി അതിൽ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽ നോക്കുക. BSc നഴ്സിംഗിനാണെങ്കിൽ, BSc നഴ്സിംഗ് പ്രോഗ്രാമിനാണെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവണം. ഫിസിക്സ് ഉണ്ടാവണം, കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവണം. അത് ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, അങ്ങനെ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു പാറ്റേൺ. അതായത് +2 സിലബസിൽ നിങ്ങൾ ഈ 4 സബ്ജക്റ്റും പഠിച്ചിട്ടുണ്ടാവണം. 45% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടാവണം. അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഈ 4 സബ്ജക്റ്റിനൂടെ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷിനൂടെ ചേർത്ത് 45% മാർക്ക് ഉണ്ടാവണം. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷം കോഴ്സും 1 വർഷം ഇൻറ്റേൺഷിപ്പുമാണ്. സീറ്റുകളുടെ എണ്ണം നോക്കുക. ഇതിൽ 35 സീറ്റാണ് ഓൾ ഇന്ത്യ കാറ്റഗറി. അതായത് കർണാടക നേറ്റീവ് ആയിരിക്കുന്ന കുട്ടികൾക്ക് 50 സീറ്റ് വേറെയുണ്ട്. ഇതുകൂടാതെ ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന 35 സീറ്റാണ് നഴ്സിംഗിനുള്ളത്. അതിൽ അൺറിസർവ്ഡ് 15 സീറ്റ്, EWS 3 സീറ്റ്, OBCക്ക് 10 സീറ്റ്, SCക്ക് 5 സീറ്റ്, STക്ക് 2 സീറ്റ് BSc നഴ്സിംഗിന്. അടുത്തത് BSc ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയാണ്. അതിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇതിന് 4 കൂടെ ചേർത്ത് 45% മാർക്ക് വേണ്ടത് എലിജിബിലിറ്റി. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്, 1 വർഷം ഇൻറ്റേൺഷിപ്പുമാണ്. ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ ആകെ 4 സീറ്റ് മാത്രമാണ്. അൺറിസർവ്ഡിന് 2 സീറ്റ്, OBCക്ക് 1 സീറ്റ്, STക്ക് 1 സീറ്റ്. ഇങ്ങനെ 4 സീറ്റേ ഓപ്പൺ കാറ്റഗറിയിലുള്ളൂ. ബാക്കി കർണാടക നേറ്റീവ് ആയിരിക്കുന്ന കുട്ടികൾക്കാണ് 7 സീറ്റ്. ഇനി BSc ഇൻ അനസ്തേഷ്യ ടെക്നോളജി, ഇതിൽ +2ന് ഇതേപോലെ 45% സയൻസ് സബ്ജക്റ്റിൽ മാർക്ക് ഉണ്ടാവണം. 3 വർഷമാണ് കോഴ്സ്, 1 വർഷം ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. ഓൾ ഇന്ത്യ കോട്ടയിൽ 4 സീറ്റേ ഉള്ളൂ. അൺറിസർവ്ഡ് 2 സീറ്റ്, OBCക്ക് 1 സീറ്റ്, STക്ക് 1 സീറ്റ്. അതേപോലെ BSc ഇൻ ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ടെക്നോളജിക്ക് +2ന് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ബയോളജി 45% മാർക്ക്, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. ഇവിടെ 3 വർഷമാണ് കോഴ്സ്, 1 വർഷം ഇൻറ്റേൺഷിപ്പാണ്. ഓൾ ഇന്ത്യയിൽ ആകെ 2 സീറ്റേ ഉള്ളൂ. OBCക്ക് 1 സീറ്റും SCക്ക് 1 സീറ്റും. അങ്ങനെ 2 സീറ്റേ ഓൾ ഇന്ത്യ കോട്ടയിലുള്ളൂ. 4 സീറ്റ് കർണാടക നേറ്റീവ് കുട്ടികൾക്കാണ്. അപ്പം ഞാൻ ആ 3 പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും BSc നഴ്സിംഗിൻ്റെയും സീറ്റിൻ്റെ നമ്പറും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിൽ നമുക്ക് എലിജിബിലിറ്റി ഏതൊക്കെ സബ്ജക്റ്റ് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്, ആപ്ലിക്കേഷൻ ഓൺലൈൻ മാത്രമാണ്, ഓൺലൈൻ മോഡിൽ മാത്രമാണ് ആപ്ലിക്കേഷൻ ഉണ്ടാവൂ. നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഇത് രണ്ടും
നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകളും അതേപോലെ ഡോക്യുമെൻറ്റുകൾ, ഇപ്പോൾ OBC ആണെങ്കിൽ NCL അങ്ങനെയുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യണം. അത് ഞാൻ ലിസ്റ്റ് കാണിക്കാം. ഇനി അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങളിതിൻ്റെ ഒറിജിനൽ അവിടെ ഹാജരാക്കുകയും വേണം. അതേപോലെ ഒരു കുട്ടിക്ക് മാക്സിമം 3 കോഴ്സ്, ഇപ്പോൾ 4 കോഴ്സുണ്ട്, 3 പാരാമെഡിക്കലും ഒരു BSc നഴ്സിംഗും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് മാക്സിമം 3 കോഴ്സ് ചൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 3 കോഴ്സ് ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന് അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് കോഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇത് അക്കാഡമിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റിൽ 10th സർട്ടിഫിക്കറ്റ്, ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്. ഇനി ഡിപ്ലോമയോ മറ്റോ ഉള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽ അത് കൊടുക്കണം. അല്ലാത്ത കുട്ടികൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TC, അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മുടെ നാട്ടിലെ മജോറിറ്റി കുട്ടികൾക്കും TC ആൻഡ് മൈഗ്രേഷൻ ആയിരിക്കും. അപ്പോൾ രണ്ടും TC തന്നെയാണ്. TC ആൻഡ് മൈഗ്രേഷൻ ആണെങ്കിൽ രണ്ടും അങ്ങനെ തന്നെ കൊടുക്കാം. ഇതാണ് അക്കാഡമിക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. ഇനിയുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ OBC NCL ആണെങ്കിൽ അതിൻ്റെ NCL സബ്മിറ്റ് ചെയ്യണം. OBC ആണെങ്കിൽ NCL സബ്മിറ്റ് ചെയ്യണം. SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. EWS കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം തന്നെ അത് OBCയുടെ NCL ആയിക്കോട്ടെ, ഇനി SC ST കാറ്റഗറിയുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ EWS ആയിക്കോട്ടെ. ഇതെല്ലാം തന്നെ ഇവിടുന്നാണ്, താലൂക്കിൽ നിന്നുള്ളതാണ്, അല്ലാതെ വില്ലേജിൽ നിന്നുള്ളതല്ല. ഇതിപ്പോൾ നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്ത താലൂക്കിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അത് NCLും കമ്മ്യൂണിറ്റിയും EWSും ഒക്കെ താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടുക. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള ഫിസിക്കൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ക്ലെയിം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യണം. ഇനി അതിൻ്റെ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എല്ലാ എൻട്രൻസിനും ബാധകമാണ്. അതായത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുചെല്ലണം, അങ്ങനെയുള്ള ഡീറ്റെയിൽ. അതിൽ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം. ഇതിൻ്റെ എക്സാം സെൻറ്റർ ബാംഗ്ലൂരു മാത്രമായിരിക്കും, വേറെ എവിടെയുമില്ല. ബാംഗ്ലൂരു സിറ്റിയിൽ മാത്രമാണ് എക്സാം സെൻറ്റർ. 100 മാർക്കിൻ്റെ എക്സാമാണ്. അതായത് 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടാവും. ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വീതമായിരിക്കും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 100 മാർക്കായിരിക്കും. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. പക്ഷെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് 90 മിനിറ്റ് കൊണ്ടാണ്. 90 മിനിറ്റ് കൊണ്ട് ഈ 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യനും ചെയ്യണം. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് 4/1 നിങ്ങൾക്ക് നെഗറ്റീവാണ്. അപ്പോൾ 1 മാർക്ക് നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടിയാൽ കിട്ടും, തെറ്റിയാൽ 0.25 നെഗറ്റീവാണ്. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് നഷ്ടപ്പെടില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, മാർക്കിംഗ് സ്കീം എന്താണെന്ന് പറഞ്ഞു. അതേപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സൈറ്റ് ഉപയോഗിക്കാം. nimhans.ac.in എന്നുള്ള സൈറ്റ്, അല്ലെങ്കിൽ nimhans.admission.in എന്നുള്ള സൈറ്റ്, അതിൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഫീസ് ഡീറ്റെയിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. BSc നഴ്സിംഗ് പ്രോഗ്രാം, അത് OBC അല്ലെങ്കിൽ EWS ജനറൽ കാറ്റഗറിക്കെല്ലാം 53,000 രൂപയാണ് ഫീ. ഇനി SC ST കാൻഡിഡേറ്റിനാണെങ്കിൽ 38,000 രൂപയാണ് ഫീ വരിക. ഇനി പാരാമെഡിക്കൽ കോഴ്സസിനാണെങ്കിൽ 25,050 രൂപയാണ്. എല്ലാവർക്കും അതേ ഫീസ് തന്നെയാണ്, 25,050. അപ്പോൾ ഫീസ് ഷെഡ്യൂളും ഞാൻ കാണിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.